റീല് അല്ലെങ്കിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്ന ഒരു കോണ്ടന്റ് ടൈപ്പാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് ഗൂഗിളിൻ്റെ നാനോ ബനാന അല്ലെങ്കിൽ ജെമിനി 2.5 ഫ്ലാഷ് എന്നുള്ള മോഡൽ യൂസ് ചെയ്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്ത് ആ ഇമേജിനെ ഗൂഗിൾ വിഒ യൂസ് ചെയ്തിട്ട് എങ്ങനെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. എൻ്റെ പേര് മാത്യു യോഹന. ഞാനിപ്പോൾ വയർകസ്റ്റ് എന്നുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുന്നു. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് AI ബേസ്ഡ് കോണ്ടന്റ് ക്രിയേഷനും ഡേറ്റ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നിങ്ങൾക്കൊരു ഇമേജിനെ വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇമേജ് ടു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മോഡൽ ജെമിനി 2.5 ഫ്ലാഷ് ഇമേജ് എന്നുള്ള മോഡലാണ്, അല്ലെങ്കിൽ നാനോ ബനാന എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ നാനോ ബനാന നമുക്ക് ഫസ്റ്റ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചാറ്റിൽ ട്രൈ നാനോ ബനാന എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ മോഡൽ സെലക്ട് ചെയ്യുന്നിടത്ത് നാനോ ബനാന എന്നുള്ളൊരു മോഡൽ നെയിം അവിടെ കാണാൻ പറ്റും. അത് ചൂസ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ജെമിനയിൽ നിങ്ങൾക്ക് പോയാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോംപ്റ്റ് കൊടുത്താൽ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും അല്ലാതെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഈ മോഡലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് LMArena.ai എന്നുള്ള വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ജനറേറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യാം. ഡയറക്റ്റ് ചാറ്റിൽ പോയാൽ ഇവിടെ ഫസ്റ്റ് ഈ മോഡലാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ മോഡൽസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇവിടെ ജെമിനി 2.5 സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുത്ത് ഇമേജസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഈ ജനറേറ്റ് ആവുന്ന ഇമേജസ് നമ്മൾ ഗൂഗിൾ വിഒ യൂസ് ചെയ്തിട്ടായിരിക്കും ഇമേജ് ടു വീഡിയോ കൺവേർട്ട് ചെയ്യുന്നത്. കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ ഓൾറെഡി ചെയ്തേക്കുന്നത് കാണിക്കാം. ഓക്കെ, ഇത് എൻ്റെ ഒരു സ്റ്റോറി ഡിസൈൻ ആണ്. അപ്പോൾ ഞാനിത് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഈ ഒരു ഡിസൈന് ഒരു ഡ്രോൺ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒരു മോഡേൺ സിറ്റി ലുക്കിൽ, ഒരു നിയോൺ ലൈറ്റിംഗ് ഒക്കെ ഉള്ള സിറ്റി ലുക്കിൽ വേണം എന്നാണ്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും മനസ്സിലാവും. ബിസി മോഡേൺ സിറ്റി സ്ട്രീറ്റ് ഫീൽഡ് വിത്ത് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് വേണ്ട ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് പ്രോംപ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജനറേറ്റ് ആയ ഇമേജ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അടുത്തത് എൻ്റെ ഒരു ഇ ബുക്കിൻ്റെ കവർ ഫോട്ടോ ആണ്. ഇത് ഞാൻ ഈ ബുക്ക് എന്ന് പറയുന്നത് JSON പ്രോംപ്റ്റിങ് എങ്ങനെ പ്രോപ്പർ വേയിൽ നിങ്ങൾക്ക് ക്യാമറ ആംഗിൾസ്, ഷോർട്സ് ഇതെല്ലാം കൊടുത്തിട്ട് ഒരു സിനിമാറ്റിക് വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഇ ബുക്കാണ്. അപ്പോൾ അതിൻ്റെ കവർ ഫോട്ടോ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ കൊടുത്തിരിക്കുന്നത് എനിക്കൊരു ദുബായിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡ്രോൺ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ വേണമെന്ന് കൊടുത്തേക്കുന്നുണ്ട്. എനിക്ക് ജനറേറ്റ് ആയ ഇമേജ് ആണിത്. ഓക്കെ, ഇമേജ് ജനറേറ്റ് ആയി നമുക്ക് ഞാൻ അത് വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഗൂഗിൾ VO3 നമുക്ക് 3 രീതിയിൽ ആക്സസ് ചെയ്യാം. ഒന്ന്, ജെമിനിയിൽ പോയാൽ നിങ്ങൾ 1 മന്തിൻ്റെ ഫ്രീ ട്രയൽ എടുക്കാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഈ വീഡിയോ ഓപ്ഷൻ നിങ്ങൾക്ക് പെർ ഡേ 3 വീഡിയോ വെച്ച് ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ജെമിനി 1 മന്തിൻ്റെ പ്രോ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഗൂഗിൾ ഫ്ലോ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടും. ഇവിടെ നിങ്ങൾക്ക് 1000 ക്രെഡിറ്റ്സ് കിട്ടും. ഒരു പെർ വീഡിയോ 20 ക്രെഡിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 50 വീഡിയോസോളം ക്രിയേറ്റ് ചെയ്യാം. പുതിയ അപ്ഡേറ്റിൽ അവർ കൊടുത്തിരിക്കുന്നത് ഇനി മന്ത്ലി ഒരു 100 ക്രെഡിറ്റ്സ് വെച്ചിട്ട് അവർ ആഡ് ചെയ്ത് തരും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. ഇത് കൂടാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗൂഗിൾ ക്ലൗഡാണ്. ഗൂഗിൾ ക്ലൗഡ് പോയാൽ ഒരു $300 ഫ്രീ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചൂസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലൊരു ഇന്റർഫേസ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഒരു 26,000 ക്രെഡിറ്റ്സ് എനിക്കുണ്ട്. അതിലൊരു 5,000 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നാവ് ബാറിൽ പോയാൽ വെർട്ടെക്സ് AI എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചൂസ് ചെയ്തിട്ട് ഇവിടെ മീഡിയ സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, വോയിസ്, മ്യൂസിക്, വിഒ. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ വീഡിയോ ആണ്. ഈ വിഒ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇന്റർഫേസ് വരും.
ഇവിടെ നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. സെറ്റിങ്സിൽ പോയാൽ വിയോയുടെ തന്നെ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. വിയോ 3 പ്രിവ്യൂ ഉണ്ട്, വിയോ ഫാസ്റ്റ് ഉണ്ട്, വിയോ 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വിയോ 2 ആണെങ്കിൽ ഓഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വിയോ 3-ലാണെങ്കിൽ നമുക്ക് മറ്റേ സ്പീക്കിംഗ് ടൈപ്പുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് പ്രോംപ്റ്റ് ചെയ്തേക്കുന്ന ടെസ്റ്റ് പ്രോംപ്റ്റ് ഞാൻ കൊടുത്തിരിക്കുകയാണ്. സെയിം തന്നെ ഒരു ഷോ ഓൾ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ റിഫ്രഷൻസ് ഇതെല്ലാം കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഓക്കെ. ഇതിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ വളരെ ചെറിയ ടെസ്റ്റുകൾ കൊടുക്കുന്നത് നമുക്കിത് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലറി ആയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് മാറി തിരിഞ്ഞൊക്കെ പോവാറുണ്ട്. മാക്സിമം ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ഫോണ്ടാണെങ്കിൽ നമുക്ക് അതേപോലത്തെ വേർഡിങ്സ് തന്നെ കിട്ടും. അതുപോലെ അടുത്തത് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ആ ഒരു കവർ ഫോട്ടോയുടെയാണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ജേസൺ പ്രോംപ്റ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്താ വേണ്ടെന്നുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാമറ ആംഗിൾസ് ട്രാക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡോക്ക് ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് വേണ്ടവർക്ക് അതെടുത്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സെയിം ജേസൺ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വന്നേക്കുന്ന റിസൾട്ട് ഓക്കെ. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ നമുക്ക് വീഡിയോസ് ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് മോഡൽ ചൂസ് ചെയ്യുമ്പം ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ലാൻഡ്സ്കേപ്പും ഒന്ന് പോർട്രേറ്റോടെ എടുക്കാം. ഇവിടെ റിസൾട്ട് മാക്സിമം വരുന്ന 4 ആണ്. അത് നിങ്ങൾക്ക് 1 ആക്കി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് അവിടെ പെട്ടെന്ന് 4 റിസൾട്ട് ക്രിയേറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അത് 1 ആക്കുക. വീഡിയോ ലെങ്ത് 8 സെക്കൻഡ് ആണ് മാക്സിമം ഉള്ളത്. 720pയും 180pയും ഉണ്ട്, 1080p ഉണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് ക്വാളിറ്റി നോക്കിയിട്ട് റെസൊല്യൂഷൻ നോക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്യാം. ഇത് ഇപ്പം വിയോ 3-ൽ നിങ്ങൾക്ക് ഇപ്പോൾ റീലിൻ്റെ ഒക്കെ സൈസിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോട്ടോസ് ആ സൈസിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീലും ഒക്കെ നിങ്ങൾക്ക് വിയോ 3-ൽ ക്രിയേറ്റ് ചെയ്യാം. വിയോ 3 ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സൗണ്ടും കൂടി അതിനകത്ത് കിട്ടും. ടോക്കിംഗ് അല്ലെങ്കിൽ സ്പീക്കിംഗ് ഒക്കെ ഉള്ളത് വീഡിയോ, അങ്ങനെ ടൈപ്പ് ഓഫ് വീഡിയോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഫ്ലോയിൽ വന്നിട്ട് ഇവിടെ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഫ്രെയിം ടു വീഡിയോ, ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ടെസ്റ്റ് വീഡിയോ, ഫ്രെയിം ടു വീഡിയോ എന്നുണ്ട്. നമ്മളതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ഫ്രെയിം ടു വീഡിയോ ചൂസ് ചെയ്യുക. ഫസ്റ്റ് ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫ്രെയിം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കുക, എന്താ വേണ്ടതെന്നുള്ളത്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ നിന്നിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം ഞാൻ പറയുന്ന ഒരു ഷോട്ട് കട്ട് ചെയ്തിട്ട് നേരെ ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴെ നിൽക്കുന്ന രീതിയിൽ പോകണം എന്നാണ് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത്. I'm standing right here in front of the Taj Mahal, but wait. I'm standing right here in front of the Taj Mahal, but wait. ഓക്കെ, അടുത്തത് ഞാൻ ചെയ്തേക്കുന്നത് ഓണത്തിനെ ബേസ് ചെയ്തിട്ടൊരു 3D ടൈപ്പ് ഓഫ് വീഡിയോ ആണ്. മാവേലിയും ഒരു ഓഫീസ് സെറ്റപ്പ് ഒക്കെ ഉള്ളത്. അത് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം. ഇതിലെ മ്യൂസിക് ചിലതൊക്കെ വന്നിരിക്കുന്നത് അത്ര സിമ്പിളായിട്ടല്ല, മാറ്റി കൊടുത്തിട്ട് വരും. എല്ലാവർക്കും വൈറൽ ക്രസ്റ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞുതരാം. നമുക്കൊരു 8 സെക്കൻഡ് വീഡിയോ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഞാനൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ നോക്കിയാൽ അതാണ് എൻ്റെ ഫസ്റ്റ് ഫ്രെയിം. അതിനുശേഷം ഞാൻ 4 സീന് പ്രോംപ്റ്റ് ചെയ്ത് വെക്കാണ്. നിങ്ങൾക്കിപ്പം ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് ചെയ്യാം. നിങ്ങൾ പറയുന്നത് ഇതുപോലെ 4 സീൻ ഇതാണ്, ഇതിന് വേണ്ടിയുള്ള പ്രോംപ്റ്റ് എനിക്ക് വേണം, 1 by 1 ആയിട്ട് റൈറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സീൻ ബൈ സീൻ ആയിട്ട് നിങ്ങൾക്ക് JSON പ്രോംപ്റ്റിംഗ് കൊടുക്കാമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഔട്ട്പുട്ട് കിട്ടും. ആ കിട്ടിയതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ ഇപ്പം ഞാൻ ഇവിടെ കാണിച്ച പോലെ ഇതിപ്പം ഫസ്റ്റ് ഇമേജ് കൊടുത്തിട്ട് ക്രിയേറ്റ് ആയ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഫസ്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ ആഡ് സീൻ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഇവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനത്തെ ഒരു ഓപ്ഷനിലോട്ട് വരും. ഇവിടെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ആയി. നിങ്ങൾക്ക് ഇനി അടുത്ത സെക്കൻഡ് വീഡിയോ ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്ത് ലാസ്റ്റ് കൊണ്ടുവയ്ക്കുക. ഇതല്ല, ഈ പ്ലസ് വന്ന് അത് ഡ്രാഗ് ചെയ്ത് ലാസ്റ്റ് കൊണ്ട് വെച്ചിട്ട് സീൻ്റെ ലാസ്റ്റ് ഷോട്ടിൽ വയ്ക്കുക. ഇവിടെ നിങ്ങൾ ആ പ്ലസ്സിൽ കൊണ്ടുവരാമെങ്കിൽ സേവ് ഫ്രെയിം ആസ് അസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഫ്രെയിം അടുത്ത വീഡിയോയുടെ ഫസ്റ്റ് ഫ്രെയിമായിട്ട് സെറ്റ് ആവും. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നേരെ അടുത്ത സീനിനുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആവും. ഇങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സീൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ഫ്രീ ആണെങ്കിൽ ഗൂഗിൾ ഫ്ലോയിൽ ഒരു 1000 ക്രെഡിറ്റേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂഷൻ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ 4 പ്രോംപ്റ്റ്സ് സീൻ്റെ പ്രോംപ്റ്റ് ഞാൻ ഒരു ഡോക്കിനകത്ത് ആഡ് ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം ഇതാണ് നമ്മളുടെ ഇമേജ് ജനറേറ്റ് ചെയ്തിട്ട് വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. ഇത് നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും പ്രോംപ്റ്റിങ്ങും അനുസരിച്ചിട്ട് നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ മൾട്ടിപ്പിൾ ഫ്രെയിംസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് ഒരു വലിയ വീഡിയോ അല്ലെങ്കിൽ റീൽ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. അതിനകത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.